ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നൊരു വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പണി ചെയ്തോളൂ, ടെക്നീഷ്യനെ വിളിച്ച് കാശ് ചിലവാക്കണ്ട, സ്വന്തമായിട്ട് ചെയ്യുക. ഒരു ചെറിയ ഐഡിയ കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേഗം പോരിക്കൂടെ. ഇതാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ഇത് അടുക്കളയിൽ വെക്കാൻ നിൽക്കുന്നത്. അടുക്കളയിൽ വെക്കാൻ പോകുന്നത് ജനൽമിൽ വെക്കാന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ഇവിടെ വേറെ ഒരു സ്ഥലമില്ല, ഒക്കെ ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ജനൽമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രാക്കറ്റ് സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫിൽറ്റർ അടക്കം അതിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, അതിനുള്ളിലുള്ള ഫിൽറ്ററാണിത്. ഇങ്ങനത്തെ 2 പോടുണ്ട്. ഇനി ഒന്നും കൂടി കൂട്ടിയിട്ട് 3 വെക്കാന്നുള്ള പ്ലാനിലാണ്. പിന്നെ അതിൻ്റെ എല്ലാ മെറ്റീരിയലും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിലവിൽ നമുക്കൊരു പഴയ പ്യൂരിഫയർ ഉണ്ട്. അത് നമ്മൾ എന്താ പറയുക, കരിങ്കല്ലും മണലും കരിയൊക്കെ ഇട്ടുകൊണ്ടുള്ളത്. അതൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ സാധനം. ഇത് ഞാൻ വെള്ളം നേരെ നമ്മളെ ഒരു എന്താ പറയുക, ഒരു ഫിൽറ്ററിൽ കൂടെ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഇതുപോലെയാണ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന് അയച്ചെടുത്തിട്ട് ഇതിന് ഒഴിവാക്കണ്ട. ഇത് ഒഴിവാക്കിയിട്ട് അപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള സാധാ വാട്ടർ പ്യൂരിഫയർ ചെയ്തിട്ടുള്ള ഇതിങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ ബേബി മെറ്റലും മണലും കരിയൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തതാണ്. ഇതിങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അയച്ചെടുത്തിട്ട് ഈ ഫിൽറ്ററും കൂടി അടക്കം ഉള്ളിൽ വെച്ചിട്ട് ഒന്നായിട്ട് 3 ഫിൽറ്റർ കൊടുത്തുകൊണ്ട് ഒന്നായിട്ട് മറ്റേ ഫിൽറ്ററാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ വർക്ക് കണ്ടോളുന്ന, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യാം കേട്ടോ. ഇനി വർക്ക് കാണിക്കാം. ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ വെക്കാറെന്ന് വെച്ചാൽ പണിയൊന്നുമില്ല. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക, റെഡിയാക്കിയിട്ട് വെക്കുക. പിന്നെ ഈ വാഷർ ഇവിടെ ഇടുക. പിന്നെ അത് ഈ മൂടി എടുത്താൽ ടൈറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇതാ വയറ് കൊടുക്കാനുള്ള സാധനമാണ് ഇത്. ഇതേമാതിരി 2 സൈഡിലും ഇങ്ങനെ ഇവിടെ ടൈറ്റ് ചെയ്തുകൊണ്ട് വെക്കുക കേട്ടോ. സാധാരണഗതിയിൽ ചുമരുമ്മൽ 2 ആണി കൊടുക്കുക, 2 സ്ക്രൂ കൊടുത്തിട്ട് ആ സ്ക്രൂ ഇതിൽ ഫിറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതിലെല്ലാം ചുമരുമ്മൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ തൂക്കിയിടലാണ് ചെയ്യൽ. പക്ഷേ ഞാനിവിടെ തൽക്കാലം എന്താ പറയുക, ജനലിൽ വെക്കാനായതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ആണി അതിൽ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതേമാതിരി ഒരു സാധനം വാങ്ങണം. ഇത് നമ്മളെ സിങ്കിക്ക് ഇവിടുത്തെ പൈപ്പ് ഊരിയിട്ട് ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്ത് ഇതാണ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ടൈറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ സിങ്കിൽ നിന്ന് ഊരി പൈപ്പ് നമ്മൾ ഇതിന് ഇവിടെ കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുടിക്കാൽ പിന്നെ നമുക്ക് ആ വാഹനം കൊടുത്താൽ ഏതാണ്ട് നമ്മൾ പരിപാടി തീരും. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൈപ്പ് ഇത് ഈ സാധനത്തിനുള്ളിൽ നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ താനെ പ്രസ്സായിട്ട് നിൽക്കും കേട്ടോ. ഇപ്പോൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പൈപ്പ് തുറക്കണം. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഈ പൈപ്പിൽ നിന്ന് വെള്ളം നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതും ഇതിൻ്റെ ഔട്ടിൽ ഇതേമാതിരി ഈ പൈപ്പിൻ്റെ വശം അവിടെ കയറ്റാം. പിന്നെ ഇതിൻ്റെ ഇന്നിൽ ഇവിടെയും കയറ്റുക. അപ്പോൾ നമ്മുടെ വെള്ളം നേരെ ഡയറക്റ്റായിട്ട് ഇതിലിങ്ങനെ വന്നിട്ട് ഇത് നേരെ ഇതിൻ്റെ ഈ ഇന്ന് പോയി അതിൻ്റെ ഔട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഇന്നിലേക്ക് വന്ന് അതിൻ്റെ ഔട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഇന്നിലേക്ക് വന്ന് ഇതിൻ്റെ ഔട്ടിൽ നിന്ന് വന്നിട്ട് നേരെ മെഷീൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഇനി നമുക്ക് റോ പൈപ്പും കൂടി ചെയ്യാണ്ട് മറ്റേ എക്സ്ട്രാ വാട്ടർ പോകാനുള്ള അതും കൂടി നമുക്ക് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഔട്ട് ആ വാട്ടർ പോകാനുള്ള പൈപ്പാണിത്. അപ്പോൾ അത് നമ്മൾ ഇതേമാതിരി ഇവിടെ കണക്ഷൻ ചെയ്താണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് വെക്കാം. ഇനി ഇത് നമുക്ക് കൊടുക്കുക കൊണ്ട് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വാഷ് ബേസിൻ കിട്ടാലും വളരെ വൃത്തിയായി, അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുക കൊണ്ട് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. തൽക്കാലം കറണ്ട് ഞാൻ ഒരു തൽക്കാല ലൈൻ കൊടുത്തതാണ്. കറണ്ട് കറക്റ്റായിട്ട് കൊടുത്തില്ല. കറണ്ട് കൊടുക്കണം, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒക്കെ റെഡി ആയിട്ടുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ടാങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഗതി സെറ്റപ്പ് ആയിട്ടോ.